ആടുകളെല്ലാം റെസ്റ്റ് എടുക്കണം. എന്റെ അനുസരണോടെയാണ് വിളിക്കുന്നത്. ഡിഗ്രിയായി. ഇനി നമുക്ക് തണുത്ത് തുടങ്ങും നോച്ചിട്ടാ. അടി പൊളിച്ച് ഞങ്ങള് പൊളിക്കും ഞങ്ങളല്ലേ. അപ്പൊ നമ്മുടെ ഒരു വണ്ടിയുടെ ടയറിന് ചെറുതായിട്ട് എയറ് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം എങ്ങനെയുണ്ട് നോക്കി. അതൊരു ടോർച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നേരെ ചാർജ് ചെയ്യണം അവിടെ കുത്തിയിട്ട് എയർ കയറ്റുവാണ്. ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ സപ്പോസ് പഞ്ചറാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ടയറ് മാറ്റണം എന്നാണെങ്കിൽ ലഗേജ് ഫുള്ള് ഇറക്കി പുറത്തിട്ടിട്ട് വേണം അതിൻ്റെ അടുത്ത് തന്നെ എഴുതുന്നത്. അതേ നടക്കുള്ളൂ. പഞ്ചറ് പിന്നെ നമുക്ക് പഞ്ചർ കിറ്റ് വെച്ചു അല്ല ടയറൊക്കെ കീറിപ്പോ കഴിഞ്ഞ്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു പഞ്ചറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഫുള്ള് ഓടാനുള്ള ദിവസം കേട്ടാ. എൻ്റെ പൊന്നോ വണ്ടി ഒന്ന് കഴുകണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിട്ടാ. എനിക്കിപ്പോൾ ശ്രീനഗർ എത്തിയിട്ട് വേണം. നമ്മളിപ്പോൾ ശ്രീനഗറിലോട്ടാണ് പോകണത്. പറയാൻ പറ്റുമോ? നമ്മൾ ശ്രീനഗറിലോട്ട് പോകുന്ന വഴിക്കാണ് നമുക്ക് ഈ പണി കിട്ടിയേക്കണത്. ജസ്റ്റ് ഇറങ്ങിയുള്ള നമ്മൾ അമൃത്സറിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളു. അപ്പോൾ വണ്ടി സർവീസിന് കയറ്റണം ശ്രീനഗറിൽ. ഇതൊക്കെയാണ് ഞങ്ങൾക്കും പണികളുള്ളത്. ശ്രീനഗറിൽ നമ്മൾ 2 ദിവസമില്ലേ. വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ എയറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം എയർ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റേണ്ടത് നമ്മുടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ടല്ലോ. പക്ക വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഷോപ്പുകളിൽ മാത്രം കയറ്റുക എയർ ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂൾ ബസ്സൊക്കെ ഇതുണ്ട്. ഇവിടെ വണ്ടി തിരിയണ സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേടത്ത് ചെയ്യുന്നത് അത്ര പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാനതുകൊണ്ട് എയർ അടിച്ചൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി ഞാൻ കെയർ ചെയ്യാനുണ്ട്. കാരണം എനിക്ക് പറ്റില്ല. കുറച്ച് ടാസ്കുകളാവും നമുക്കിപ്പോൾ 34, 32, 33. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത ഏതെങ്കിലും അയ്യോ ഇതിൻ്റെ അകത്ത് നീ ഉണ്ടായാ ഞാൻ പേടിച്ചു പോയി. എൻ്റെ പൊന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേൾക്കണം പുറകിന്ന്. നോക്കിയപ്പോൾ ഇവള് ഞാൻ നോക്കി നോയിക്കുട്ടിനൊക്കെ പുറത്ത് നിൽക്കണോണ്ടേ എൻ്റെ മൂക്കിലേ പോയി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫ്രൈഡ് റൈസ് പറഞ്ഞതാ. നോക്കി അതെ. ഇതെന്താണ് അളിയാ? കുൽജെ. ഓ ഇതാണ് ഇതാട്ടാ. ഇവിടെ മാത്രം കിട്ടുന്ന സാധനം ഇവിടെ വന്ന് കഴിക്കണം. അച്ചാറിന് എല്ലായിടത്തും അച്ചാറിന് തന്നെ കേട്ടോ. നമ്മളപ്പോൾ ഹൈവേന്നൊക്കെ മാറിയത് വേറൊരു വഴിക്ക് കയറിയിട്ടുണ്ട്. നിറച്ച് കരിമ്പന്തോട്ടവും പിന്നെ കൃഷികളും ഇതേണ്ട ഫുള്ള് കരിമ്പന്തോട്ടമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രഷ് ജ്യൂസാണേ. മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ്. ആളാ കറക്ക് അളി. ഞാൻ പണ്ട് കറക്കാൻ ബെസ്റ്റാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് BRO ഉണ്ടോ? ഇതെന്ന് വെച്ചാൽ ബോർഡർ റോഡാണ്. നമുക്ക് പക്കാ ബോർഡറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അളിയൻ കറക്കുവാണ്. പൊള്ളി കറക്കളിയൻ്റെ. ഓ ചേച്ചി ഇങ്ങനെ ഇട്ടാ ക്യാപ്ഷൻ അള്ളിയൻ്റെ കറക്ക്. ഓ പിന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വണ്ടിക്കിട്ട് ഒരു ഇടി കിട്ടിയായിരുന്നു. ഡസ്റ്റ് റൂട്ടിന് ഒരു ഇടി കിട്ടി. ഇത് കണ്ട ഇതിവിടെ പൊട്ടി, ഇവിടെ സ്ക്രാച്ചായി, ഇത് ചളങ്ങി കണ്ട. ഒരു ലോറിക്കാരൻ വന്ന് കയറ്റി തന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് എടുത്തേക്കണായിരുന്നു. അപ്പോൾ ഇവർ ഈ സൈഡിൽ കൂടി കയറിയപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് വണ്ടി ചെരിഞ്ഞു. റൈറ്റ് സൈഡിലോട്ട് ഈ ടയർ ഈ വീല് കുഴിയിലേക്കായി. ലോറിയുടെ ഫ്രണ്ട് വീല് ആ കുഴിയിലേക്ക് അവിടെ വീണ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മുട്ടി. അവരൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഇറങ്ങിയിട്ട് ചോദിച്ചെന്താന്ന്. അവരും പറഞ്ഞു എന്ത് ചെയ്യാനാന്ന്. ഇത് വേണ്ട ഇത്രയും നമുക്ക് പണി കിട്ടി. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ട് കുറച്ച് ഉപ്പുണ്ട്.
പൊളി. മധുരമില്ലെന്നിപ്പ ഗൈസ് ഞങ്ങളപ്പോ ബോർഡറിന്റെ അങ്ങോട്ട് എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ തിരിച്ചു. കാരണം നമുക്ക് സിമ്മിന് റേഞ്ച് കിട്ടൂല. നമുക്ക് ഇവിടെ നിന്ന് സിം എടുത്തിട്ട് പോകണം. പക്ക നമ്മൾ ജമ്മു കയറാൻ പോണായിരുന്നു. നേരെ വണ്ടി കൊണ്ടുവന്ന് തിരിച്ചു. അതിനിടക്ക് എല്ലാവർക്കും ഒന്ന് ബാത്റൂമിൽ പോകണം എന്നുള്ള സീം വന്നു. അപ്പോൾ അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പമ്പ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ടൊക്കെ വന്നത്. ഇപ്പോൾ അതിന് സാലറിയുടെ കാര്യങ്ങളൊക്കെ അയക്കണം എല്ലാവർക്കും. അങ്ങോട്ട് കഴിഞ്ഞ് റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഒരു റെസ്റ്റ് അടിക്ക് പരിപാടിയായിരുന്നു. കൊച്ചിതേ വയ്യാതെ ഇവിടെ കിടക്കുന്നുണ്ട്. തലോണിയൊക്കെ എടുത്ത് ഇവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടൻ്റെ കൂടെ നിന്ന് മുട്ടൻ പണിയെടുപ്പാണ്. എല്ലാവർക്കും കാശിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. മുതലാളി കാശ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിന്ന് കിട്ടിയത് ഇട്ട് കൊടുക്കുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മുടെ ഇതേ കുഞ്ഞു ഫാനൊക്കെ ആയിട്ട് നമ്മളിവിടെ വെച്ചിങ്ങനെ കാറ്റാക്കൊണ്ടിരിക്കണേട്ടാ. ഇതിലെ കൂടെ പോകുന്ന എല്ലാവരും നമ്മളെ നോക്കുവാണ്. ഇതെന്താണ് സിമെൻ്റ് കടയുള്ള ഈ സൈഡിലായിട്ടൊക്കെ നല്ല രസമായിട്ടാണ്. വേറെ ഒരു കൂട്ടം കാണിച്ചാൽ ഇവിടെ ചാമ്പ് വേപ്പ് ഉണ്ട്. ചാമ്പ് വേപ്പ് ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇത് വെണ്ടക്ക തോട്ടം, വെണ്ടക്ക കൃഷിയാണ്. പിന്നെ ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഇത് കണ്ട കൃഷി വയൽ. പിന്നെ ഇത് കണ്ട ചാമ്പ് വേപ്പ്. ഇതിൻ്റെ അത് വെള്ളം വരും കേട്ടോ. ഞാൻ നോക്കിയതാണ്, കാണിച്ചുതരാം. കണ്ട വെള്ളം തന്നെ കണ്ട. അപ്പോൾ അത് വെള്ളം വന്ന സാധനമാണ്. ഈ സൈഡിലോട്ട് കൃഷി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. ഇത് കണ്ട. ഓ, നമ്മൾ യാത്ര ഇറങ്ങിയിട്ട് ഒരു കൃഷി സ്ഥലത്തും ഇങ്ങനെ ഇറങ്ങി നിന്നില്ല. ഇതിപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി നമ്മളിങ്ങനെ ഇറങ്ങി നിൽക്കേണ്ടി വന്നു. നെൽകൃഷി പാടങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിവിടെ കുക്ക് ചെയ്യാനൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഇത് പക്ക റോഡ് ഫ്രണ്ടാണ്. ഇവിടെ ആകുമ്പോൾ വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ശരിയാവില്ല. ആൾക്കാരൊക്കെ ഭയങ്കര സ്കെച്ച്. എന്താ നമ്മൾ വിചാരിച്ചാൽ വേണ്ട. പിന്നെ ആർക്കും വിശക്കണമില്ല. ഇത് കണ്ട വെണ്ടക്ക, കുഞ്ഞു വെണ്ടക്ക. ഇതൊക്കെ പറിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്താലോ അല്ലേ? ഇതൊക്കെ പറിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്താലോ എന്ന്. വെണ്ടക്ക കുഞ്ഞിതുണ്ട്. ആ, കാണിച്ചു കൊടുത്ത്. പിള്ളേരൊക്കെ അത് എവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കണേണ്. ഏടാ ഇങ്ങ വന്നേ കുരുത്തക്കേട. ഇങ്ങ വാ, പോകുമ്പോ ഒരുമിച്ച് വാ. ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കാണ്. പൊന്നു ഗായ്സ്, ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടി ഇവിടെ നിന്ന്. ചോറും പരിപ്പ് കറി മാത്രം. ഓ, അത് മാത്രം സ്വർഗം കിട്ടിയ അവസ്ഥ കേട്ടാ. ഏത് കടയിലാണ് നമ്മൾ കയറിയേക്കണേ? ബോർഡർ കഴിഞ്ഞിട്ട് കാണുന്ന ഒരു കടയായിരുന്നു. അതെ, വേറൊരു ലോകം. എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരിക. ഞങ്ങൾക്ക് കുക്ക് ചെയ്യണമെന്നുണ്ട്. അതിനുള്ള സാവകാശം ചെയ്യില്ല. വിശന്നിട്ട് വയ്യ. അപ്പൊ ഞങ്ങള് കാശ്മീർ ബോർഡർ കയറിയിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഫുഡായിട്ട് അത് കഴിച്ചോണ്ട് ഒരു വയറിനൊക്കെ ചോറും കറി. ഞാൻ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം എന്റെ വയറാകെ മൊത്തം സീനായിരുന്നു. അപ്പൊ ഇനി റൊട്ടി ഒന്നും കഴിക്കാൻ എനിക്ക് വയ്യ. അപ്പോഴാണ് ഇത് വന്ന് ചോറും ദാലും എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ചാടി ഓടിപ്പോയി കഴിച്ചു. റേഞ്ച് പോയി, ആരും വിളിക്കാൻ പറ്റിയില്ല. അതെ, അപ്പൊ നമുക്ക് ആരും വിളിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് നേരെ ഇവിടത്തെ ഒരു കടയിൽ കയറി സിം എടുത്ത്. എയർടെലിന്റെ സിമ്മാണ് ഞാൻ എടുത്തത്. ജിയോന്റെ സിമ്മാണ് അളിയനെടുത്തത്. 450 രൂപ വെച്ച് അവന്മാർ വാങ്ങിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കൊള്ള കത്തിയാണല്ലോ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് മെസ്സേജ് വന്നു 349 രൂപ റീചാർജ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓൾറെഡി 1.5 GB നെറ്റ് പെർ ഡേ, 1.5 GB നെറ്റ് 28 ദിവസത്തേക്ക്. ഈ ഇവിടെ നിന്ന് എടുക്കുന്ന സിം ഓൾ ഇന്ത്യ നമുക്ക് യൂസ് ചെയ്യാം. ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സിമ്മ് ഇങ്ങോട്ടേക്ക് കിട്ടത്തില്ല. പിന്നെ കിട്ടും BSNL പോസ്റ്റ് പെയ്ഡ് കിട്ടും. നിങ്ങളപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ പറയാൻ തന്നെയായിരുന്നു. ഞങ്ങൾ മറ്റേ BSNL എടുത്തത് എന്തായിന്ന്. അത് BSNL പോസ്റ്റ് പെയ്ഡ് ആയിരുന്നു എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ഇത് എടുക്കേണ്ടി വരൂലായിരുന്നു. പ്രീപെയ്ഡ് തന്നെ ഞങ്ങൾ ജസ്റ്റ് പോർട്ട് ചെയ്തുള്ളൂ പ്രീപെയ്ഡിലോട്ട്. അപ്പൊ അതുകൊണ്ട് അത് മുഞ്ചിപ്പോയി ഗൈസ്, സത്യമായിട്ട് മുഞ്ചിപ്പോയി. അപ്പൊ ആരും പ്രീപെയ്ഡ് എടുക്കരുത്, പോസ്റ്റ് പെയ്ഡ് എടുക്കുക. പിന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് എടുക്കേണ്ടത് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പൊ പോസ്റ്റ് പെയ്ഡ് എടുത്താൽ അതിന്റെ ടാക്സ് അടക്കം ബില്ല് മറ്റേ ഇത്ര ടാക്സ് ഒക്കെ വന്ന് അതൊക്കെ കൂടി അടച്ച് പിന്നെ 6 മാസം കഴിഞ്ഞാലേ നമുക്ക് പോസ്റ്റ് പെയ്ഡിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഇതെടുത്തിക്കണ ഇവിടെ വന്നിട്ട് ഈ 450 രൂപ മുടക്കിയിട്ട് ഈ സിം എടുക്കുന്നതാണ്ടാ ബെറ്റർ. സംഭവം എന്താന്നറിയോ, മൂപ്പര് ഇങ്ങനെ കൊറേ നേരം മിണ്ടാതെ ഇരിക്കൂല. അവര് പിള്ളേരല്ല, അവർക്ക് ഈ കാറ് തന്നെ ഇരിക്കലൊന്നും ഇങ്ങനെ ഇരിപ്പൊന്നും അവർക്ക് സെറ്റാണ്. ആണോ കുഞ്ചേട്ടൻ മാത്രം ചേട്ടൻ പഠിപ്പിച്ചവനെ മോയ മോയ. നമ്മളപ്പോ ശോകം ഹൈവേ എന്നൊക്കെ മാറി ഹൈവേ പണി കിടക്കണാണ്. അപ്പൊ അതിലെ വഹിക്കാൻ 57 മിനിറ്റ് സ്ലോവർ പ്ലസ് 170 ടോള്. ഈ വഴിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത ഗൂഗിൾ മാപ്പ്. നമ്മുടെ ലൈക്ക് മൂന്നാറൊക്കെ പോകുന്ന പോലത്തെ തന്നെ റൂട്ടാണ്, ഹൈ റേഞ്ച് ഏരിയാസ്. അപ്പോ ഇനി നമുക്ക് തണുത്ത് തുടങ്ങും നോച്ചിട്ടാ. പൊളിച്ച് ഞങ്ങള് പൊളിക്കും ഞങ്ങളല്ലേ. നല്ല റോഡ് മോശമാണ്, ഇടയ്ക്ക് നല്ല റോഡ് വരും പിന്നെ മോശമാവും, അങ്ങനെയാണ്. ഫുള്ള് ഇങ്ങനെ ഫ്ലഡ് വന്നിട്ടുള്ള സീനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ കൊറേ പാലം പുഴയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്, പക്ഷെ ഒന്നിലും വെള്ളമില്ല. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവിടെ മലയിടിഞ്ഞ് വന്നേക്കുന്ന നോക്കി. എന്റെ മോനെ, എനിക്ക് വന്ന് ആ വെള്ളമൊക്കെ ഉരുളുപൊട്ടി വന്നേക്കുന്ന കേട്ടോ. അതൊക്കെ അവര് കേറ്റല്ലേ, കേറ്റാണ്. പക്ഷെ നമുക്ക് ഗട്ടർ നോക്കിയാലേ ഏറാൻ പറ്റുള്ളൂ. കുറച്ച് വിട്ടുപിടിക്കണം. ചില റോഡൊക്കെ സീനാട്ടാ. ഞങ്ങളന്ന് ഡൽഹിയിൽ നിന്ന് മണാലി പോയപ്പോഴത്തേക്കും കണ്ട റോഡ് അത്യാവശ്യം സീനായിരുന്നു. ബസ്സിന് പോയപ്പോ കണ്ട. ഇത് ഞങ്ങൾ കാശ്മീർ ഈ സൈഡിൽ കൂടെ കാരണം കാശ്മീർ പിന്നെ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. നോക്കിയിട്ടുണ്ടോ ഇവിടുത്തെ പുഴയിലൊന്നും ഒരിറ്റ വെള്ളമില്ല. എത്ര എണ്ണം കണ്ടെന്നിറ ഞങ്ങള് ഫുള്ള് കാലിടിരിക്കും, വരണ്ട്. ഇതൊന്നും അങ്ങനെ എനിക്ക് മനസ്സിലായത്, ഇത്ര വരണ്ട് പോയത്. ഈ ഫ്ലഡൊക്കെ കഴിഞ്ഞതിന്റെ എന്തോ സീനാണ്. നമ്മൾ ഇനിയിപ്പോ ഒരു ഉദംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ അടിക്കാന്നാ വിചാരിക്കണത്. കാരണം നമ്മളുടെ പ്ലാൻ ശ്രീനഗർ എത്തണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് സാലറി ഒക്കെ എല്ലാവർക്കും അളിയന് ഇട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ ഈ റേഞ്ച് ഇഷ്യൂ, ഒരു OTP വരും അളിയന്. എന്നാലേ ബാങ്കിൽ നിന്ന് OTP വരും. ആ OTP വന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് കയറിക്കാൻ ആ സിമ്മിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഹോൾഡ് ചെയ്തത്. അല്ല നെറ്റ് മാത്രം മതി. നേരെ ശ്രീനഗർ പിടിക്കാന്ന് ഓർത്ത, പക്ഷെ ഇന്ന് നടക്കൂല. ഞങ്ങള് മാക്സിമം ഇന്ന് ഓടിക്കാൻ പറ്റുന്ന അത്ര ഓടിച്ച് ഉദംപൂരിലോട്ട് തിരിച്ചു പോണോ? വേണ്ട വേണ്ട, ഉദംപൂര് പോയി സ്റ്റേ അടിക്കുന്നത്. നമുക്ക് റോഡ് കണ്ടോ, സീനാണ് കൈസ്. ഇതൊക്കെ മാറ്റിയേക്കണ കൊറേ. ഇത് നോക്കി മണ്ണിടിഞ്ഞ് വന്നേക്കുന്ന കേട്ടോ. റോട്ടീന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടേക്കുവാ. സീനാണല്ലോ. ഇതേപോലെ കൊറേ കാഴ്ച കാണാം. കാരണം ഈ അടുത്തല്ലേ ഫ്ലഡ് വന്നത്. അതെ, എല്ലായിടത്തും മണ്ണിടിച്ചിലും ആയിരുന്നല്ല. അതെ, ഇനി ഇരുട്ടായത് കൊണ്ടൊന്നും ഇങ്ങനെ വിഷ്വൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇതില് രാവിലെ വെട്ടമുള്ളപ്പോ പോണെന്ന് വിചാരിച്ചതാ, പക്ഷെ നമ്മുടെ ഓരോ സാഹചര്യ സിറ്റുവേഷൻ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനിയും നമുക്ക് ഒരുപാട് ഓടിക്കാനുണ്ട് വെട്ടമുള്ള സമയത്ത്. അതെ, ഇവിടെ എന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഫുള്ള് മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെത്തി വെച്ച റോഡ് ഉണ്ടാക്കിയ പോലെ. അതെന്താ പറയാ, ഇപ്രാവശ്യത്തെ ഫ്ലഡിൽ മിക്കവാറും ഇവിടെ മൊത്തം ഇടിഞ്ഞു കാണും. ക്ലീൻ ചെയ്ത് ഇതാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ റോഡാ. എപ്പ വേണേലും ഇതൊക്കെ ഇടിയാവുന്നതേ ഉള്ളൂ. ഈ മലയൊക്കെ ഇതുണ്ടോ, വെറുതെ ഇങ്ങനെ കണ്ടാൽ തന്നെ പേടിയാവും. കുഴി പശുമ്പ കാശ് നോക്കിക്ക്. റോട്ടിൽ കൂടെ ഒക്കെ ഫുൾ ആട്. രാത്രി പിന്നെ എവിടെ കൊണ്ടുപോകണവോ? ആടുമ്പോ എന്ത് രസം എന്റെ തലയൊക്കെ നോക്കി. സുന്ദര ആടുകളാ. ഇത് കൊമ്പ് നോക്കിയാടേ, റൗണ്ട് റിംഗ് അടിപൊളി. എല്ലാത്തിനും കൊമ്പ് അങ്ങനെ. എന്റെ സീൻ കൊമ്പൊക്കെ വരുന്നുണ്ട്.
അങ്ങോട്ട് പോലെ എന്റെ അമ്മേ, ആ ബൈക്കാരൻ നോക്ക്, ആ ബൈക്കാരൻ അതിനിടെ പെട്ട്. അയ്യോ അക്രമുത്തുകളെ എന്തോരം പേരാണ്. സൺറൂഫ് പറഞ്ഞേ മുകളിൽ കയറി. നോക്കി ഫുൾ ആടാണ്. ഗൈസ്, അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി ഞങ്ങൾ ഉദുംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ടാ. ചെറിയൊരു കടയാണ്. ഇവിടെ ഇലക്ഷൻ നടക്കണമുണ്ട്, നമുക്ക് ടാസ്ക് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. പിന്നെ അതെ നമുക്ക് റൊട്ടിയും ഉണ്ട്. കോഴിക്കോട്ടിന് ഉറങ്ങിപ്പോ കേട്ടോ. എങ്ങനെയുണ്ട് കുഞ്ഞാ? നല്ല കിട്ടില്ല ഫുഡ് കിട്ടി കേട്ടോ. സന്തോഷായി. നമ്മുടെ നാട്ടിൽ നിന്ന് എന്തോ കഴിച്ചു അൽഫാമൊക്കെ കഴിക്കണ പൊറോട്ട കൂട്ടി കഴിയില്ലേ, ഒരു സാധനം കിട്ടി. അച്ചായി സന്തോഷമായിട്ട് അവരോട് ചിരിച്ചോണ്ടേ കയറി. അപ്പൊ അവര് ഞങ്ങൾക്കൊരു ഹോട്ടല് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവര് ഇവിടെ ഒക്കെ ഹോട്ടൽ നോക്കി എല്ലായിടത്തും ഒടുക്കത്തെ റേറ്റും ഫുള്ളും ഇലക്ഷൻ കാരണം പറഞ്ഞായിരുന്നോ കുഞ്ഞ്? ഇല്ലല്ലേ, ഇവിടെ ജമ്മുവിൽ ഇലക്ഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാ ഹോട്ടലും ഫില്ലാണ്. അതുകൊണ്ട് എല്ലാ ഹോട്ടലും ഭയങ്കര റേറ്റും ആണ്. അതുകൊണ്ട് നമുക്ക് പമ്പിൽ പോയി കിടക്കലോ പുറത്ത് കിടക്കലോ ഒന്നും നടക്കില്ല. ഫുള്ള് പട്ടാളവും പോലീസും മാത്രമേ ഉള്ളൂ ഇവിടെ. ഫുൾ ചെക്കിങ് ആയിരുന്നു. പിന്നെ നമ്മള് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഒരു എക്സ്പെക്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അവരോട് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമായിട്ട് ഇങ്ങനെ ഏതാ പോലീസ് വീഡിയോ എടുക്കണോ? വേണ്ട വേണ്ട, എന്നാൽ ഞങ്ങൾ പോവാണ് ഗൈസ്. പോലീസ്